നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കനാലിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥികൾ മരിച്ചു. മെഴുവേലി സ്വദേശി അഭിരാജ്, അനന്തുനാഥ് എന്നിവരാണ് മരിച്ചത്. പത്തനംതിട്ട കിടങ്ങന്നൂർ നാക്കൊലിക്കൽ SVHSലെ വിദ്യാർത്ഥികളാണ് ഇരുവരും. കിടങ്ങന്നൂരിലെ കനാലിന് സമീപത്ത് നിന്ന് ഇവരുടെ വസ്തുക്കൾ കണ്ടെത്തിയതിനു പിന്നാലെയാണ് ഇന്നലെ തെരച്ചിൽ ആരംഭിച്ചത്. കനാലിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു ഇരുവരും. ഒരാൾ ഒലിച്ചു പോകുന്നത് കണ്ട് മറ്റൊരാൾ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇരുവരും ഒലിച്ചു പോവുകയായിരുന്നു. സമയമേറെ വൈകിട്ടും കുട്ടികളെ കാണാതായതിനെ തുടർന്നാണ് തിരച്ചിൽ നടത്തിയത്. സ്കൂബ ഉൾപ്പെടെ രാത്രിയും തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടികളെ കണ്ടെത്താനായില്ല. ഇന്ന് രാവിലെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇരുവർക്കും നീന്തൽ അറിയില്ലായിരുന്നു. മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിയമപരമായ നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. സംസ്കാരം പിന്നീടായിരിക്കും. കുട്ടികൾ കനാലിൽ ഇറങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. SVG ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇരുവരും. കനാൽ തീരത്ത് വിദ്യാർത്ഥികളെ ചെരുപ്പും വസ്ത്രങ്ങളും കണ്ടെത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഫയർഫോഴ്സ് തിരച്ചിൽ നടത്തുകയായിരുന്നു. ഇലവുംതിട്ട പോലീസും സ്ഥലത്തെത്തി അന്വേഷണം നടത്തിയിരുന്നു. എങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ഇതിനുശേഷം ഇരുവരും കൂട്ടുകാരുടെ വീട്ടിൽ പോയിരുന്നു. പിന്നാലെ കിടങ്ങന്നൂരിൽ മുടിവെട്ടാൻ പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞാണ് കൂട്ടുകാരന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. പിന്നീട് കനാലിൽ കുളിക്കാനും പോയി. വില്ലേജ് ഓഫീസിന് സമീപത്തുള്ള പമ്പ ജലസേചന പദ്ധതിയുടെ കനാലിൽ 3 പേർ കുളിക്കാനിറങ്ങുന്ന CCTV ദൃശ്യങ്ങൾ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ലഭിച്ചിരുന്നു. 2 പേർ ഒഴുക്കിൽപ്പെട്ടത് കണ്ട് ഭയന്നുപോയ മൂന്നാമൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും ഇവരെ കാണാതെ വന്നതോടെ നടത്തിയ തെരച്ചിലിൽ കനാലിന്റെ കരയിൽ നിന്ന് കുട്ടികളുടെ വസ്ത്രങ്ങളും ചെരുപ്പുകളും കിട്ടി. വിവരമറിഞ്ഞെത്തിയ ഫയർഫോഴ്സും സ്കൂബ ടീമും കഴിഞ്ഞ ദിവസം രാത്രി തെരച്ചിൽ നടത്തിയെങ്കിലും കുട്ടികളെ കണ്ടെത്താനായിരുന്നില്ല. വേനലായതോടെ കനാലിൽ വെള്ളം തുറന്നു വിട്ടിരിക്കുകയായിരുന്നു. കനാലിൽ ശക്തമായ അടിയൊഴുക്കുണ്ടായിരുന്നു. ചെങ്ങന്നൂരിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നും വന്ന സ്കൂബ ടീം കനാലിലെ വെള്ളം അടിച്ചതിനു ശേഷം 3 കിലോമീറ്റർ തെരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹങ്ങൾ കിട്ടിയിരുന്നില്ല. കുട്ടികൾക്കായി തെരച്ചിൽ നടത്താൻ കനാലിലെ വെള്ളം കുറയ്ക്കാൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകുകയും ചെയ്തു. സാധ്യമാകുന്ന തരത്തിൽ കുറച്ചതായി PIP എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിരുന്നുവെന്നും ഇന്ന് രാവിലെ തെരച്ചിൽ പുനരാരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു. ഇതനുസരിച്ച് ഇന്ന് രാവിലെ തെരച്ചിൽ പുനരാരംഭിച്ചപ്പോഴായിരുന്നു മൃതദേഹങ്ങൾ ലഭിച്ചത്. അതിനിടെ മറ്റൊരു സംഭവത്തിൽ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് 3+2 വിദ്യാർത്ഥികളെ കാണാതായ പരാതി. പള്ളിത്തുറ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ നിതിൻ, ഭുവിൻ, വിഷ്ണു എന്നിവരാണ് കാണാതായത്. വെള്ളിയാഴ്ച പകൽ 3-ന് ശേഷമാണ് വിദ്യാർത്ഥികളെ കാണാതായിരിക്കുന്നത്. വിദ്യാർത്ഥികളിൽ ഒരാൾ കത്തെഴുതി വെച്ച ശേഷമാണ് പോയതെന്നാണ് വിവരം. സംഭവ ദിവസം ഇവർ സ്കൂളിൽ പോയിരുന്നില്ല എന്നാണ് വിവരം. ഇവർ അടുത്തടുത്ത് താമസിക്കുന്നവരാണ്. വൈകിട്ട് 3 മണിക്ക് വീടിനടുത്തുള്ള ഒരു സ്ഥലത്ത് ഇവർ നിൽക്കുന്നതായി ചില ആളുകൾ കണ്ടിരുന്നു. ഇതിനുശേഷമാണ് ഇവരെ കാണാതായത്. പിന്നീട് വിദ്യാർത്ഥികളുടെ വീട്ടിൽ നിന്ന് തുമ്പ പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിക്കുകയായിരുന്നു. തുമ്പ പോലീസ് കേസെടുത്ത് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. തങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്, അമ്മ വിഷമിക്കേണ്ട, തിരിച്ചുവരും എന്ന് എഴുതി വെച്ച ഒരു കത്ത് ഒരു വിദ്യാർത്ഥിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഇവർ സ്വയം പോയതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പോലീസ് നിലവിൽ അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.